ഞാനും ബഹുമാനപ്പെട്ട VSമായിട്ട് വളരെ സ്നേഹബന്ധം, ആത്മബന്ധം പുലർത്തിപ്പോന്നിരുന്നു. ഈ സമയം വരെ അസുഖമായിട്ട് സംസാരിക്കുക, ആ സിറ്റുവേഷൻ വരെയും ഞാൻ അദ്ദേഹത്തെ ഇവിടെയും വീട്ടിൽ പോയി കണ്ടിരുന്നു. അതിനുമായി ആ സ്നേഹവും ബന്ധവും ആത്മാർത്ഥം എപ്പോഴും വെച്ച് പുലർത്തിയിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അദ്ദേഹം നിഷ്കളങ്കനായ രാഷ്ട്രീയ നേതാവ്. തന്നെ കർക്കശമായ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ പാഠവും അതൊക്കെ ഞാൻ നേരിട്ട് അനുഭവിച്ചു. കൊച്ചിൻ എയർപോർട്ടിൻ്റെ ചെയർമാനായിരുന്ന സമയത്ത് ഞാൻ ബോർഡ് മെമ്പറാണ്. നോർക്ക ചെയർമാനായിരിക്കുന്ന സമയത്ത് എന്നെ അദ്ദേഹം വൈസ് ചെയർമാനായിരുന്നു. അങ്ങനെ അദ്ദേഹവുമായി സ്മാർട്ട് സിറ്റി കാര്യങ്ങളിലൊക്കെ അടുത്തിടപഴകാനുള്ള സാഹചര്യവും അദ്ദേഹത്തെപ്പറ്റി മനസ്സിലാക്കാനും അദ്ദേഹത്തിൻ്റെ ദീർഘദൃഷ്ടിയെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കാനുള്ള സാഹചര്യം എനിക്കുണ്ടായിട്ടുണ്ട്. അദ്ദേഹം നഷ്ടപ്പെട്ടത് ഒരു രാഷ്ട്രീയ നേതാവിനേക്കാൾ കൂടുതൽ ഒരു ഭരണാധികാരി ആയിരുന്നു അദ്ദേഹം. ഹി വാസ് ചീഫ് മിനിസ്റ്റർ ഹു വർക്ക്ഡ് ഹാർഡ് ഫോർ ദി സ്റ്റേറ്റ് ആൻഡ് ആൾസോ ഫോർ ദ കൺട്രി. പിന്നെ അദ്ദേഹം ഗൾഫ് മലയാളികളെക്കുറിച്ച് അദ്ദേഹം ഈ നോർക്ക റൂട്ട്സിൻ്റെ ചെയർമാൻ ആയിരിക്കുന്ന കാലത്ത്, നോർക്ക റൂട്ട്സിൻ്റെ ചെയർമാനായിരിക്കുന്ന സമയത്തും പ്രവാസികളുടെ ഏത് കാര്യങ്ങൾ വന്നാലും അദ്ദേഹം ഉടനെ തീരുമാനമെടുക്കുന്നൊരു വ്യക്തിയായിരുന്നു. ഗൾഫിൽ വന്നിട്ടും ഞാൻ അദ്ദേഹവുമായി പല സ്ഥലങ്ങളിലും പോവുകയും ഭരണകർത്താക്കളുമായി സംസാരിക്കുകയും അപ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞത് പ്രവാസികളുടെ കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഞാൻ ഇവിടെ വരാനും അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി കാണാനും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും ഇവിടെ എത്തി.